നമസ്കാരം. നാളെ ജൂൺ 21 ശനിയാഴ്ചയാകുന്നു. നാളത്തെ ദിവസം രാശിപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ അല്പം കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ച് കൂടി അറിയേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ നാളെ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ രാശി മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന, എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ശനിയാഴ്ചയായ ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരാം. ഔദ്യോഗികമായ തലവേദനകൾ കുറയുന്നതായ ഒരു ദിവസമാകാം. പൊതുവിൽ കുറയുന്നതായ ഒരു ദിവസമാകാം. ലഘുവായ പ്രയത്നത്താൽ വന്നു ചേരുന്ന ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സമ്മർദ്ദങ്ങൾ കൂടാതെ തീരുമാനം എടുക്കുവാൻ സാധിക്കും. ആര് തന്നെ നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തുവാൻ ശ്രമിച്ചാലും അത് വിലപ്പോവില്ല എന്ന ദിവസമാണ് ഇന്ന്. കൂടാതെ ഇന്നേ ദിവസം ധനലാഭം, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതാണ്. ഗാർഹികമായ ചില പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കുവാൻ സാധിക്കുന്നതും എന്നാൽ പരിഹരിക്കുവാൻ നീണ്ടു പോകുന്നതുമായ ചില കാര്യങ്ങൾ, അത് പരിഹരിക്കാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലുമുള്ള പ്രയാസങ്ങൾ, അത്തരം ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ആവശ്യത്തിന് ധനം ലഭിക്കാത്തതായ സാഹചര്യം, ചില കാര്യങ്ങൾ മാറ്റി വച്ചിരിക്കുന്നതായ സാഹചര്യം ഉണ്ട്. അതിൽ ചിലതെങ്കിലും പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ചില മാർഗങ്ങൾ തെളിയുക, അല്ലെങ്കിൽ അതുമായി ചിന്തിച്ച് കൂടുതൽ വ്യക്തത വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടതായി വരാം. അത് ആലോചനാശൂന്യമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് അബദ്ധം നിങ്ങൾക്ക് പിണയുക. അതിനാൽ ഇന്നേ ദിവസം ആ ഒരു കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം. ചില അബദ്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് മനസന്തോഷം നൽകുന്നതായ ഒത്തുചേരലാകാം, വാർത്തകളാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളാകാം. അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ വേണ്ടപ്പെട്ടവർ പങ്കാളിയുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. ഇഷ്ടപ്പെട്ടതായ അല്ലെങ്കിൽ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ പാരിതോഷികമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമായി നിങ്ങൾക്ക് വാങ്ങുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അവസരമുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ദേഹസുഖം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. നടക്കില്ല എന്ന് ഉറപ്പിച്ചതായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലും അലച്ചിലും പണച്ചെലവുകളും ഉണ്ടാകാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധിക്കുക. ഏതൊരു കാര്യവും ഏതൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ശനീശ്വരനെ ഭജിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും നവഗ്രഹ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പമൊന്ന് സുഗമമാകുന്ന ഒരു ദിവസമാകാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സമാധാനം കൈവരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മേലധികാരികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കാം. അത്രമേൽ ഗുരുതരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല.
ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. അത് കൃത്യമായി തന്നെ സമയബന്ധിതമായി തന്നെ തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ ക്ലേശങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം ക്ലേശങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം ലഭിക്കുന്നതായ ഒരു ദിവസമാകാം. വിപണിയുമായി ബന്ധപ്പെട്ട് അഥവാ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും അഭീഷ്ടമായ ഫലങ്ങൾ വലിയ തടസ്സങ്ങൾ കൂടാതെ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം നേരായ മാർഗത്തിലൂടെ ആദായം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സ്വാഭാവികമായ താളം ജീവിതത്തിന്റെ നിലനിർത്തുവാൻ സാധിക്കുന്ന സമയമാണ്. വിനോദം, വിശ്രമം തുടങ്ങിയ കാര്യങ്ങൾ കുറയുന്നതല്ല. കലാപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കർമ്മമേഖലയിൽ നിർവഹണം പ്രശംസനീയമാകും. കൃത്യമായിരിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ആദായം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലെ പല അനൈക്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുക, അത്തരം ചില ചിന്തകളിലേക്ക് കടക്കുക. കൂടാതെ ധനം സ്വന്തമാക്കുവാൻ, ധനപരമായ പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുകയോ അല്ലെങ്കിൽ ചിന്തിച്ച് കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഇന്നേ ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ദർശനം നടത്തി മറ്റ് കർമ്മങ്ങളിലേക്ക് കടക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഇന്നേ ദിവസം ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുന്നതും വിളക്ക് തെളിയിച്ചു തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമായി തീരും. പൊതുവിൽ അനുകൂലം തന്നെയാണ് ദിവസം. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം കൂടി ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ എടുത്തുചാടി എന്ന് വരാം. തീരുമാനങ്ങൾ പറയുക അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുക, പിന്നീട് അബദ്ധമായി എന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ഒന്ന് ശ്രദ്ധ പുലർത്തണം. പൊതുവിൽ കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അല്പം മികവുള്ളതായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യ തടസ്സങ്ങൾ പൊതുവിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പൊതുവിൽ ഇന്നേ ദിവസം അല്പം കാര്യതടസ്സങ്ങൾ കുറയുവാനുള്ള സാധ്യതകളുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു പ്രവണത വന്നു ചേരാം. അത് ചിലരുടെ പ്രയത്നയാലാകാം. അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാനും ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ആ അവസരം നിങ്ങൾ ഒഴിവാക്കരുത് എന്നുള്ളതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ഒന്ന് ശ്രദ്ധ പുലർത്തുക. എന്നാൽ പല കാര്യങ്ങളിലും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കർമ്മങ്ങളിൽ സംതൃപ്തി വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പമൊന്ന് നേട്ടം വന്നു ചേരാം. പുതിയ ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരത്തിൽ ചില സൂചനകൾ ലഭിക്കാം. കൂടാതെ ഇന്നേ ദിവസം പിണങ്ങിയതായ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഇണങ്ങുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പാരിതോഷികങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ പ്രശംസ നേടിയെടുക്കുക, കൃത്യമായ സമയത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭവാർത്തകൾ തേടിയെത്തും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. സങ്കീർണമായ വിഷയങ്ങളെ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കൃത്യമായി തന്നെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ആത്മധൈര്യം പ്രശംസിക്കപ്പെടുന്ന സമയമാകുന്നു. പല പരിഭവങ്ങളും പറഞ്ഞു തീർത്ത് അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അലച്ചിലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കുവാൻ സാധിക്കും. ധനവരവ് നിങ്ങൾക്ക് മോശമാകാൻ ഇടയില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വരാം. ബിസിനസ് പരമാകാം, തൊഴിൽ പരമാകാം, ലഭിക്കേണ്ടതായ ധനമാകാം, കൈവായ്പ തിരികെ ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതുമാകാം. പലവിധ ആശങ്കകളുണ്ട് എങ്കിലും പിന്നീട് അതേക്കുറിച്ച് ചിന്തിച്ച് ആ ആശങ്കകൾ ലഘൂകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും പലരോടും വെളിപ്പെടുത്തണം എന്നില്ല. അത്തരത്തിൽ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം മനസ്സിൽ സൂക്ഷിക്കേണ്ടതായി വരാം. കൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ
ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. എന്നാൽ മുൻപ് പരാമർശിച്ചതായ ആ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. കൂടാതെ ഇന്നേ ദിവസം ശനീശ്വരനെ ഭജിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഇന്നേ ദിവസം ചെയ്യുക. സാധിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ തലക്കുഴിഞ്ഞ് ഒരു നാണയം സമർപ്പിക്കുക. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയും ഉണർവോടെ പ്രവർത്തിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം പല കാര്യങ്ങളും അനുകൂലമാകുന്ന ദിവസമാകുന്നു. അതിനാൽ കൃത്യതയോടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ദിവസവും ആ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കേണ്ട ദിവസവുമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും നിലനിൽപ്പിന് വേണ്ടിയുള്ള കഠിനാധ്വാനം ഫലവത്താകുന്ന ഒരു ദിവസമായി തീരാം. എന്നാൽ അമിതമായി ആരെയും വിശ്വസിക്കാൻ പാടുള്ളതല്ല. മാനസിക കാര്യങ്ങളിൽ, മാനസിക ആരോഗ്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ട ഒരു ദിവസമാണ്. പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന ചിന്ത വരികയും അത്തരത്തിൽ പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ബഹുകാര്യങ്ങളിൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൈവായ്പകൾ തിരികെ ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം അത് നിങ്ങൾക്ക് വന്നു ചേരുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക. സുഖഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ മോശമാകണം എന്നില്ല. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. കൂടാതെ ഇന്നേ ദിവസം പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിൽ പ്രണയികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്പം ആശ്വാസം ലഭിച്ചു എന്ന് വരാം. പുറത്തുനിന്നും ഇന്നേ ദിവസം ആഹാരം കഴിക്കുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. വാഹനയാത്രകളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഉന്മേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും വാക്കുകളിൽ പ്രകടമാകുന്ന ദിവസം കൂടിയാകുന്നു. പ്രവൃത്തിയിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉദാസീനത അനുഭവപ്പെട്ടു എന്ന് വരാം. ഏറ്റെടുത്തതായ ദൗത്യങ്ങളിൽ പല കാര്യങ്ങളും, പല അസൗകര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നതിനാൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ്. ഗാർഹികമായ കാര്യങ്ങൾ, അതായത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രശ്നങ്ങളിൽ അനുരഞ്ജനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. യാത്രകൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ഏതൊരു കാര്യത്തിലും മനസ്സും ശ്രദ്ധയും അർപ്പിച്ച് ചെയ്യുന്നതിലൂടെ അഭിനന്ദനങ്ങൾ നേടുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും മുൻകൈയെടുത്ത് പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മവിശ്വാസം ശുഭകരമാണ്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്ന കാര്യവും ഓർക്കണം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുടെ മാനസിക പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തർക്ക പരിഹാരത്തിന് അവസരങ്ങൾ വന്നു ചേരാം. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ശനീശ്വരനെ ഭജിക്കുന്നത് ശുഭമാണ്. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഇഷ്ടദേവത മന്ത്രങ്ങൾ കൂടി ജപിക്കുക. കാര്യങ്ങൾ ഇന്നേ ദിവസം അനുകൂലമായി തീരുന്ന ഒരു ദിവസമാണ്.